തിരുവനന്തപുരത്ത് 3 പേർക്കും ജയിക്കണം. അനന്തപുരത്ത് എന്തും സംഭവിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ ചതുരംഗത്തിൽ കരുനീക്കങ്ങൾ വെട്ടിനിരത്തലുകളിലേക്ക് കടക്കുന്നു. അനന്തപുരി പിടിക്കുന്നവർ കേരളം ഭരിക്കും എന്ന പഴയ ചൊല്ല് ഇത്തവണയും അനർത്ഥമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ പതിവ് ദിമ്മുഖ പോരാട്ടങ്ങൾക്കപ്പുറം ജില്ലയിലെ 14-ൽ 7 മണ്ഡലങ്ങളിലും ഇത്തവണ കനത്ത ത്രികോണ പോരിനാണ് കളമൊരുങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരത്തെ പോലും നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ത്രികോണച്ചൂട് തലസ്ഥാനത്ത് ആളിപ്പടരുകയാണ്. കോൺഗ്രസിന് 11 മണ്ഡലങ്ങളിൽ ജയസാധ്യത. ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കഴക്കൂട്ടം മണ്ഡലം കോൺഗ്രസിന് ബാലിയേറാമല. ഇടതുപക്ഷത്ത് CPM-നും CPI-ക്കും കൂടി 13 മണ്ഡലങ്ങൾ വരെ ജയിക്കാം. കോവളത്ത് വിജയം പ്രയാസകരം. BJPക്ക് തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നിവിടങ്ങളിൽ ജയിക്കാം. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ പുതിയ കണക്കുകൾ. SIR പ്രകാരം ജില്ലയിൽ 3.21 ലക്ഷം വോട്ടർമാരാണ് കുറഞ്ഞത്. ഇതിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിൽ മാത്രം 1.5 ലക്ഷത്തോളം വോട്ടുകൾ ഇല്ലാതായത് മുന്നണികളെ മാറി ചിന്തിപ്പിക്കുന്നുണ്ട്. നിലവിൽ 14-ൽ 13 സീറ്റും ഇടതുമുന്നണിയുടെ കൈവശമാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ 6 സീറ്റുകളിൽ BJPക്കാണ് മുൻതൂക്കം. തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നിവയാണവ. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJP പിടിച്ചെടുത്തത് നഗരമേഖലയിലെ 4 സീറ്റുകളിൽ അവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും BJP വലിയ അട്ടിമറി സ്വപ്നം കാണുന്നുണ്ട്. മറുഭാഗത്ത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ കണക്കുകൾ വിശ്വസിച്ച് 6-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തുന്നു. കോവളം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട എന്നിവ പിടിച്ചെടുക്കുകയാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ സിറ്റിംഗ് MLA-മാരുടെ കരുത്തിൽ 10-ൽ കുറയാത്ത സീറ്റുകൾ LDFും ഉറപ്പിക്കുന്നു. വോട്ടർ പട്ടികയിൽ വോട്ട് കുറഞ്ഞതിൽ 3 മുന്നണികൾക്കും ആശങ്കയുണ്ട്. ഓരോ വോട്ടും നിർണായകമായ ഇവിടെ പട്ടിക ആഴത്തിൽ പരിശോധിക്കുകയാണ് പാർട്ടികൾ. മണ്ഡലങ്ങളിലെ പോരാട്ട ചിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജുവിന്റെ അയോഗ്യത ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ്. UDFനായി VS ശിവകുമാർ, ശബരിനാഥ് എന്നിവർക്കൊപ്പം ശശി തരൂരിനെ പോലും പരിഗണിക്കുന്നുണ്ട്. BJPയിൽ കരമന ജയനും ചെങ്കൽ രാജശേഖരൻ നായരും സജീവമാണ്. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് B സീറ്റിനായി വാദിക്കുമ്പോൾ ബാലഗോപാലിന്റെ പേരും ഉയരുന്നുണ്ട്. ക്രൈസ്തവ നായർ വോട്ടുകളുടെ ധ്രുവീകരണം ഇവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കും. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന്റെ ജനപ്രീതിക്ക് തടയിടാൻ K മുരളീധരനെ തന്നെ ഇറക്കാനാണ് കോൺഗ്രസ് നീക്കം. മുരളീധരനായി ഇതിനോടകം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ത്രികോണ പോരിന്റെ ചൂട് കൂട്ടിയിട്ടുണ്ട്. BJPക്കായി മുൻ DGP R ശ്രീലേഖയുടെയോ കൃഷ്ണകുമാറിന്റെയോ പേരുകളാണ് ഉയരുന്നത്. അയ്യപ്പ വികാരവും ഭരണവിരുദ്ധതയും തുണയ്ക്കുമെന്ന് കോൺഗ്രസ് കരുതുമ്പോൾ തദ്ദേശ ഭരണത്തിലെ മേൽക്കൈ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നു. നേമത്തിത്തവണ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് അംഗത്തിനിറങ്ങുന്നത് പോരാട്ടത്തിന് ദേശീയ ശ്രദ്ധ നൽകുന്നു. മന്ത്രി V ശിവൻകുട്ടി തന്നെയാകും ഇടതുപക്ഷത്തിന്റെ പോരാളി. കോൺഗ്രസ് വൈഷ്ണ സുരേഷിനെ പോലുള്ള യുവനേതാക്കളെ പരിഗണിക്കുന്നു. മുസ്ലിം വോട്ടുകളും SDPI പോലുള്ള പാർട്ടികളുടെ നിലപാടും ഇവിടെ നിർണായകമാകും. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് വെല്ലുവിളിയുമായി BJPയുടെ V മുരളീധരൻ എത്തുമ്പോൾ മണ്ഡലം പ്രവചനാതീതമാകും. അരുവിക്കരയിൽ G സ്റ്റീഫനും ശബരിനാഥും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. നെയ്യാറ്റിൻകരയിൽ K ആൻസലനും പാറശാലയിൽ CK ഹരീന്ദ്രനും ഇടതുപ്രതീക്ഷകൾ കാക്കുമ്പോൾ കോവളത്ത് M വിൻസെന്റിനെ വീഴ്ത്താൻ വിഴിഞ്ഞം വികസനം ആയുധമാക്കുകയാണ് LDF. നെടുമങ്ങാടും വാമനപുരവും നിലനിർത്താൻ ഇടതുപക്ഷം കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ആറ്റിങ്ങലിലും വർക്കലയിലും BJPയുടെ വോട്ട് വർധനവ് ഇടതുമുന്നണികളെയും ഉറക്കം കെടുത്തുന്നു. കാട്ടാക്കടയിൽ IB സതീഷിനെതിരെ PK കൃഷ്ണദാസ് വീണ്ടും എത്തുന്നതോടെ അവിടെയും അതിശക്തമായ ത്രികോണ പോരാട്ടമാകും നടക്കുക.